കുട്ടികളുടെ മാർക്ക് ഷീറ്റിൽ നിന്നും പ്രോഗ്രസ് റിപ്പോർട്ട്, ഓരോ കുട്ടിയുടെയും പ്രോഗ്രസ് റിപ്പോർട്ട് എടുക്കാനും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി വളരെ ചെറിയൊരു ക്ലാസ് ടെസ്റ്റിൻ്റെ മാർക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. 9 വിഷയങ്ങളുണ്ട്. ഓരോ വിഷയങ്ങൾക്കും 20 മാർക്കിലാണ്. അതിന് ടോട്ടൽ കാണാൻ വേണ്ടി ആദ്യം ഈ ഷീറ്റിൽ, എക്സൽ ഷീറ്റിൽ ഓരോ കുട്ടിക്കും മാർക്കുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ടോട്ടൽ എന്നുള്ള കോളത്തിൽ ഈക്വൽ സം എന്ന് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റ് ആദ്യത്തെ കുട്ടിയുടെ മാർക്കിൻ്റെ സമ്മാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ ഈ മാത്സിൻ്റെ മാർക്ക് വരെ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ആദ്യത്തെ കുട്ടിയുടെ മാർക്കിൻ്റെ ടോട്ടൽ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന പ്ലസ് ചിഹ്നം താഴേക്ക് ഡ്രാഗ് ചെയ്താൽ എല്ലാ കുട്ടികളുടെയും മാർക്കിൻ്റെ ടോട്ടൽ അവിടെ വരും കാണേണ്ടത്. അതിനുവേണ്ടി ആദ്യത്തെ കുട്ടിയുടെ പെർസെൻറ്റേജിൽ ക്ലിക്ക് ചെയ്യുക. ഈക്വൽ, ഇവിടെ സം എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഡിവൈഡഡ് ബൈ 180. ഇവിടെ 9 സബ്ജക്റ്റാണ്, ഓരോന്നിനും 20 ഔട്ട് ഓഫ് 20 ആണ്, അതുകൊണ്ടാണ് 180. എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ഫോമിലല്ല വന്നിട്ടുള്ളത്. പെർസെൻറ്റേജ് ആക്കാൻ ഇവിടെ ജനറൽ എന്നുള്ളത് ഇവിടെ ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറൽ എന്നുള്ളത് പെർസെൻറ്റേജ് എന്നാക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെസിമൽ പ്ലേസ് ഇവിടെ കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ പെർസെൻറ്റേജ് കിട്ടി. ഇനി ഈ കോളം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ പ്ലസ് ചിഹ്നം താഴേക്ക് ഡ്രാഗ് ചെയ്താൽ ബാക്കി കുട്ടികൾക്ക് കൂടി ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ മാർക്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കുട്ടിക്കും പ്രോഗ്രസ് റിപ്പോർട്ട്, ഇതിൽ നിന്നും ഓരോ കുട്ടിയുടെയും പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേറെ ഒരു എക്സൽ ഷീറ്റിൽ സ്കൂളിൻ്റെ നെയിം, അഡ്മിഷൻ നമ്പർ, കുട്ടിയുടെ പേര്, റോൾ നമ്പർ, സ്റ്റുഡൻസ് നെയിംന്ന് ആഡ് ചെയ്യാം, റോൾ നമ്പർ, പിന്നെ സബ്ജക്റ്റുകൾ, ടോട്ടൽ പെർസെൻറ്റേജ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ഈ ഷീറ്റിൽ മുൻപുണ്ടാക്കിയിട്ടുള്ള ഈ മാർക്ക് ഷീറ്റിൽ ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2 ഏത് സബ്ജക്റ്റുകൾ ഏത് ഓർഡറിലാണോ കൊടുത്തിട്ടുള്ളത് അതേ ഓർഡറിൽ തന്നെ വേണം ഇവിടെ എൻ്റർ ചെയ്യാനുള്ള വേണ്ടത്. ഇനി ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ റോൾ നമ്പർ മാറ്റി ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് കുട്ടികളും മാറി വരണം, അവരുടെ മാർക്കുകളും മാറി വരണം. ആ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോമുല വി ലുക്കപ്പ് ഫോമുലയാണ്. അഡ്മിഷൻ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. ഈക്വൽ വി ലുക്കപ്പ്, വി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴെ വി ലുക്കപ്പ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഫോമുല വരുന്നുണ്ട്. വി ലുക്കപ്പ് ബ്രാക്കറ്റിൽ ലുക്കപ്പ് വാല്യൂ, കോമ, ടേബിൾ അറേ, കോമ, കോളം ഇൻഡെക്സ് നമ്പർ, കോമ, റേഞ്ച് ലുക്കപ്പ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ വി ലുക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ലുക്കപ്പ് വാല്യൂ ആണ്. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് റോൾ നമ്പറാണ്. റോൾ നമ്പർ മാറി അടിക്കുന്നതിനനുസരിച്ചാണ് കുട്ടികളും മാർക്കുകളും മാറി വരുന്നത്. അപ്പോൾ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് റോൾ നമ്പർ ക്ലിക്ക് ചെയ്യുക. അവിടെ വന്നു J13. അതിനുശേഷം കോമ ഇടാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ കോമ കൊടുക്കുക. പിന്നെ പറയുന്നത് ടേബിൾ അറേ ആണ്. അപ്പോൾ ടേബിൾ അറേ നമ്മൾ മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള ആ മാർക്ക് ഷീറ്റിൽ പോവുക. ഈ ടേബിൾ അറേ ഫുള്ള് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ ഫോമുല ബാറിൽ കാണാം. അതിനുശേഷം അവിടെ കോമ കൊടുക്കുക. പിന്നെ കോളം ഇൻഡെക്സ് നമ്പർ എന്നാണ് പറയുന്നത്. കോളം ഇൻഡെക്സ് നമ്പർ, അഡ്മിഷൻ നമ്പർ ഇവിടെ 1, രണ്ടാമത്തെ കോളാണ്. അപ്പോൾ 2 എന്ന് ടൈപ്പ് ചെയ്യുക. വീണ്ടും കോമ.
അതിനുശേഷം ഇവിടെ ഫാൾസ് എക്സാക്റ്റ് മാച്ച് അത് ക്ലിക്ക് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വി ലുക്കപ്പ് ഫോമുല അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നെയിമിലാണ് വി ലുക്കപ്പ് ഫോമുല കൊടുക്കേണ്ടത്. ഈക്വൽ വി ലുക്കപ്പ് അടിക്കുമ്പോൾ ഇവിടെ ലുക്കപ്പ് വാല്യൂ ചോദിക്കുന്നുണ്ട്. റോൾ നമ്പർ ക്ലിക്ക് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ കോമ, ടേബിൾ അറേ. ഇവിടെ ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നതിന് പകരം ഈ കോർണറിലുള്ള കൊണ്ടുവച്ച അവിടെ പ്ലസ് കാണുന്നിടത്ത് ആ കോർണറിൽ ക്ലിക്ക് ചെയ്താൽ ആ പേജ് ഫുള്ള് സെലക്റ്റഡ് ആയിട്ടുണ്ട്. അതിനുശേഷം കോമ കൊടുക്കുക. ഇനി കുട്ടിയുടെ സ്റ്റുഡൻറ്റ് നെയിം ഇവിടെ 1, 2, 3 കോളത്തിലാണ്. അപ്പോൾ കോളം 3 വീണ്ടും കോമ ഇടുക. കോമ ഇടുന്നതോടുകൂടി ഫാൾസ് എക്സാക്റ്റ് മാച്ച് എന്ന് വരും. അത് ക്ലിക്ക് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഇവിടെ റോൾ നമ്പർ 1 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്താൽ ഒന്നാമത്തെ കുട്ടിയുടെ പേരും അഡ്മിഷൻ നമ്പറും അവിടെ വരും. അതുപോലെ തന്നെ ആ ഒന്നാമത്തെ റോൾ നമ്പറുള്ള കുട്ടിയുടെ മാർക്കുകളും ഇവിടെ ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്കുകളും വരണം എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ അതുപോലെ മുകളിൽ കൊടുത്തതുപോലെ വി ലുക്കപ്പ് ഫോമുല കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ലാംഗ്വേജ് 1 എന്നുള്ളത് ഇവിടെ 1, 2, 3, 4 കോളത്തിലാണ് ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2 5, ഇംഗ്ലീഷ് 6, ഹിന്ദി 7, SS 8, ഫിസിക്സ് 9, അടുത്ത് 10, 11, 12, അങ്ങനെ 13, പെർസെൻറ്റേജ് 14, അങ്ങനെ 14 കോളങ്ങളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ വി ലുക്കപ്പ് ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ ആ കോളത്തിൻ്റെ എണ്ണത്തിന് മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. കോളത്തിൻ്റെ എണ്ണം മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈക്വൽ അടിക്കുക, വി ലുക്കപ്പ്. ഈ വി ലുക്കപ്പ് വാല്യൂ റോൾ നമ്പറാണ്, കോമ, ടേബിൾ അറേ സെലക്ട് ചെയ്യുക. ഒന്നിച്ച് സെലക്ട് ചെയ്യാൻ ഈ കോർണറിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം കോമ, ലാംഗ്വേജ് 1ൻ്റെ ഇൻഡെക്സ് നമ്പർ 4 കോളം നമ്പർ 1, 2, 3, 4 എന്ന് ടൈപ്പ് ചെയ്യുക. അത് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് ലാംഗ്വേജ് 2 5, അങ്ങനെ ടൈപ്പ് ചെയ്യാം. കോമ, ഫാൾസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ലാംഗ്വേജ് 1ന് വി ലുക്കപ്പ് വാല്യൂ അപ്ലൈ ചെയ്തതുകൊണ്ട് റോൾ നമ്പർ 1 കുട്ടീൻ്റെ മാർക്ക് അവിടെ വന്നിട്ടുണ്ട് തന്നെ. അതുപോലെ തന്നെ ലാംഗ്വേജ് 2 നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നല്ലത് കോളം നമ്പർ മാത്രം മാറ്റി കൊടുത്താൽ മതി. ലാംഗ്വേജ് 1ൻ്റെ 4 കോളത്തിലാണ്, അടുത്തത് 5 കോളത്തിൽ ഇംഗ്ലീഷ് 6, അങ്ങനെ മാറ്റി കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ലാംഗ്വേജ് 1 സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഫോമുല ബാറിലുള്ള ഈ ഫോമുല കോപ്പി ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യാൻ മറക്കരുത്, കാരണം എൻ്റർ ചെയ്താലേ അത് ലാംഗ്വേജ് 2 അടുത്ത സബ്ജക്റ്റിലേക്ക് വരികയുള്ളൂ. ലാംഗ്വേജ് 2 ഇനി അവിടെ ഫോമുല ബാറിൽ പോയി അത് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ബാക്കിയെല്ലാം ഒരുപോലെയാണ്. ഈ കോളം നമ്പർ മാത്രം 4, അത് ലാംഗ്വേജ് 1ൻ്റെ കോളം നമ്പറാണ് 4. പക്ഷേ ലാംഗ്വേജ് 2ൻ്റെ കോളം നമ്പർ 4 അല്ല 5, അവിടെ 5 എന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം എൻ്റർ ചെയ്താൽ മാത്രം മതി. ലാംഗ്വേജ് 2ൻ്റെ വി ലുക്കപ്പ് ഫോമുല അവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അടുത്തതായി ഇംഗ്ലീഷിൻ്റെ വി ലുക്കപ്പ് കൊടുക്കാൻ ലാംഗ്വേജ് 2ൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്ന കോപ്പി ചെയ്ത് എൻ്റർ ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക.
പേസ്റ്റ് ചെയ്യുമ്പോൾ 5 എന്നുള്ളത് 6 ആക്കി കൊടുക്കുക. എൻ്റർ ചെയ്യാം. ഇംഗ്ലീഷിൻ്റെ മാർക്ക് വന്നു. അതിനുശേഷം ഫോർമുല ബാറിൽ പോയി പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് ഈ 5 എന്നുള്ളത് ഇവിടെ ഹിന്ദി 7ആണ്, 7ാമത്തെ കോളത്തിലാണുള്ളത്. അപ്പോൾ 5 എന്നുള്ളത് മാറ്റി 7 എന്നാക്കി കൊടുക്കുക. ഇപ്പോൾ ഓരോ കുട്ടിയുടെയും റോൾ നമ്പർ 1 കുട്ടിയുടെ മാർക്കുകളും പേഴ്സൻറ്റേജുമാണ് വന്നിരിക്കുന്നത്. ഇനി റോൾ നമ്പർ 2 ഉള്ള കുട്ടി 2 അടിച്ച് എൻ്റർ ചെയ്താൽ 3ാമത്തെ റോൾ നമ്പറുള്ള കുട്ടിയുടെ മാർക്ക് പേഴ്സൻറ്റേജ്, 3ാമത്തെ റോൾ നമ്പറുള്ള കുട്ടിയുടെ മാർക്ക് പേഴ്സൻറ്റേജ് ഇവിടെ 158 മാർക്ക് 87.8%. അതുതന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് കാണാം. ഓക്കെ, താങ്ക് യു.